ബാക്ക് ടു എഡ്യൂവാലറ്റ്. ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, ഈ ചാപ്റ്റേഴ്സൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാത്ത ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 5-6 ചാപ്റ്റേഴ്സ് പഠിച്ചത് നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ പാഠത്തിൽ കൂടുതലും 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പക്ഷേ 4 മാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 1 വേർഡ് തന്നെ ഇതാ, ഹൂ ഡെവലപ്ഡ് C++. ആരാണ് C++ ഡെവലപ്പ് ചെയ്തത്? ബജാർനെ സ്ട്രോസ്ട്രപ്പ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. സ്ട്രോസ്ട്രപ്പ്. ഓക്കെ, പേരെന്ന് പഠിച്ചോളൂ. ബജാർനെ സ്ട്രോസ്ട്രപ്പ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഈ പാഠത്തിൽ നമ്മളിപ്പോൾ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കുറേ ടേംസുകൾ നമ്മൾ പഠിക്കാൻ പോവുക. ക്യാരക്ടർ സെറ്റ് എന്താണ്, ടോക്കൺസ് എന്താണ്, അതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ഷുവർ ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ, എന്താണ് ഒരു ക്യാരക്ടർ സെറ്റ്? ഇതുപോലെ തന്നെ ചോദിക്കും. വാട്ട് ഡു യു മീൻ ബൈ ക്യാരക്ടർ സെറ്റ്? ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ക്യാരക്ടർ സെറ്റ്. ഇങ്ങനെ ചോദിക്കാറുണ്ട്. സോ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് എന്താ? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്, അതർ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ വരുന്നതാണ് ക്യാരക്ടർ സെറ്റ്. ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 1 2 3 4 ഇട്ടിട്ടുള്ള ABCDG അങ്ങനത്തെ ലെറ്റേഴ്സ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും. ഡിജിറ്റ്സ് ആണ് 1 2 3 4 5 6 ഇട്ടുള്ള നമ്പേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർ, ആഷ്, ആസ്ട്രിക്, @ സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ്, അതൊക്കെയാണ് എന്ത്? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. പിന്നെ വൈറ്റ് സ്പേസസ് ഉണ്ട്, അതർ ക്യാരക്ടേഴ്സ്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നതാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ C++ൽ ഉപയോഗിക്കുന്ന വേറൊരു ടേമാണ് ടോക്കൺസ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ടോക്കൺസ്? വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ടോക്കൺസ്? വാട്ട് ആർ ദ 5 ടോക്കൺസ്? ഇങ്ങനെയൊക്കെ 4 മാർക്കിനൊക്കെ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുകയാണ്, ഒരു C++ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കുറേ എലമെൻറ്റ്സ് ചേർന്നതാണ് ടോക്കൺ. അതാണ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാൻ കാരണം. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ബ്ലോക്സ് ഒക്കെ വേണം. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടികയും അങ്ങനത്തെ ഇതൊക്കെ വേണം. അപ്പോൾ അതേപോലെ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബ്ലോക്സുകളാണ് ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ടോക്കൺസ് മെയിനായിട്ട് 5 ടോക്കൺസ് നമുക്കുള്ളത്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. വാട്ട് ആർ ദ 5 ടോക്കൺസ് എന്നും നമുക്ക് ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോളൂ. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഈ 5 ഇങ്ങനെ എഴുതുക. ഓരോന്നും എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ ആ 4 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കീവേഡ്സ് ഒന്ന് നോക്കിയാലോ. സോ കീവേഡ്സും ഐഡൻറ്റിഫയേഴ്സും ഈ ഒരൊറ്റ പേജ് നമുക്ക് പറഞ്ഞു പോവാം. ഫസ്റ്റ് വൺ ആണ് കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സാണ്. അതായത് നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിലൊക്കെ എന്താ പറയുക, സീറ്റ് ബുക്ക് ചെയ്യില്ലേ? സീറ്റ് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ് ചെയ്ത് വെക്കും. ഇത് റിസർവ്ഡ് സീറ്റാന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വേറെ ആൾക്കും കയറാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ കീവേഡ്സ് അത് റിസർവ്ഡ് ആണ്. അത് ഈ വാക്കുകൾക്ക് ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കീവേഡ്സ് ഉണ്ട്, അത് നമുക്ക് ആർക്കും വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ദീസ് ആർ റിസർവ്ഡ്. അവർ ഓൾറെഡി റിസർവ്ഡ് ആണ്. വേറൊരു കാര്യത്തിന് എടുത്തു വെച്ചേക്കുക. സോ ദീസ് ആർ റിസർവ്ഡ് വേർഡ്സ് ആണ് ഇവർ. പിന്നെ പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ഓൾറെഡി അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ അല്ല, പ്രോഗ്രാമിംഗ് C++ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഓൾറെഡി ഈ വേർഡ്സ് എന്തിനാണെന്ന് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അവർ പറഞ്ഞു ഇതിന് എന്നുള്ളതൊക്കെ എടുത്തു വെച്ചു. ദെൻ ഇവർക്കൊക്കെ ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. ഓരോ കീവേഡ്സുകൾക്കും ഓരോ മീനിങ് ഉണ്ട്, ഓരോ പർപ്പസ് ഉണ്ട്. ഇനി ഇറ്റ് കനോട്ട് ചേഞ്ച്. അത് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആർക്കും അത് യൂസ് ചെയ്യാനും പറ്റില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേറെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാംസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. സോ കീവേഡ്സ് എന്താണ്? കുറച്ച് വലിയ ആൾക്കാരാണ്, റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്പെഷ്യൽ മീനിങ് അവർക്കുണ്ട്. പ്രീ ഡിഫൈൻഡ്, അവർ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഇറ്റ് കനോട്ട് ചേഞ്ച്. ആർക്കും അവരെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെയാണ് ആ വലിയ പുള്ളികൾ. ഷോർട്ട്, എൽസ്, ഗോ, ഇവരൊക്കെ ഓരോ വേർഡുകളാണ്. ഇവരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് ഉള്ളതാണ്.
ഈ C++ പ്രോഗ്രാമിൽ തന്നെ പല ആവശ്യങ്ങൾക്കുള്ളത് വരെ കോൺസ്റ്റ്, ക്യാർ, ബ്രേക്ക് ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ ട്ടോ. കാരണം ആവശ്യമുണ്ട്. നമുക്ക് കുറേ ഓപ്ഷൻസ് എന്നിട്ട് ഇതിലേതാണ് കീവേഡ്സ്, ഇതിലേതാണ് ഓഡ് വൺ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അറിയണം. വോയിഡ്, വൈൽ, ഡബിൾ, ഡു, ഗോ, ഇഫ്, ഫോർ ഇതൊക്കെ ഉണ്ട്. കുറേ ഉണ്ട്, ഇനിയും ഉണ്ട്. എന്നാലും ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. ഫോർ, ഡു, വൈൽ, ബ്രേക്ക്, ക്യാർ, ഇഫ് നോക്കി വെച്ചോളൂ, എൽസ് ഇതൊക്കെ കേട്ടോ. ഇനി അപ്പോൾ ഒന്നാമത്തെ സെറ്റ് കഴിഞ്ഞു, നമ്മൾ കീവേഡ്സ് പഠിച്ചു. അടുത്തതാണ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോവുക. നമ്മൾ സ്വയം നമ്മളിപ്പോൾ ഏതൊരു ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് ഒരു പേര് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊരു ഫംഗ്ഷൻ നമ്മളൊരു പേര് കൊടുക്കുക. സോ യൂസർ ഡിഫൈൻ ചെയ്യുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ്. ഇവിടെ ഓൾറെഡി പ്രീ ഡിഫൈൻഡാ കീവേഡ്സ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കുള്ളതാണ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസർ ഡിഫൈൻഡ് വേർഡ്സാണ്. യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള വാക്കുകളാണ് ഐഡൻറ്റിഫയേഴ്സ്. നമ്മളാണ് ഒരു പേര് കൊടുക്കുക. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മളൊരു പേര് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തിനൊക്കെ നമുക്ക് പേര് കൊടുക്കാൻ പറ്റുക, ലൊക്കേഷൻസ്, ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ കൊടുക്കാം, ഫംഗ്ഷൻസിന് പേര് കൊടുക്കാം, അതിൽ ഒബ്ജക്റ്റുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാം. സോ വി ക്യാൻ ഗീവ് ദ നെയിംസ് ടു ലൊക്കേഷൻ, ഫംഗ്ഷൻസ് ആൻഡ് ഒബ്ജക്ട്സ്. ഓക്കെ. ഇനി ഇവരെന്തിനാണ് ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു നെയിം ഡിഫറെൻറ്റ് പ്രോഗ്രാം എലമെൻറ്റ്. ഒരു പ്രോഗ്രാമിൻ്റെ പല 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 എലമെൻ്റ് ഉണ്ട്, ഇതൊക്കെ എലമെൻറ്റ്സാണ്. അങ്ങനെ ഓരോ എലമെൻറ്റുകൾക്കും നെയിം കൊടുക്കാൻ. സോ ഐഡൻറ്റിഫയേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യണേ? ടു നെയിം കൊടുക്കാം, പേരിടാൻ. എന്തിന്? ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സുകൾക്ക് പേര് കൊടുക്കാനാണ് ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കീവേഡ്സ് ഓൾറെഡി ഡിഫൈൻഡ് ആണ്, ഇത് യൂസർ ഡിഫൈൻഡ് ആണ്. യൂസർക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്രകാരം നമുക്ക് ഓരോ പേര് കൊടുക്കാനായിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് അങ്ങോട്ട് C++ൽ പ്രോഗ്രാം ഒന്നും കൊടുക്കാം, ഒരു പേരൊന്നും കൊടുക്കാൻ പറ്റില്ല. നെയിമൊക്കെ കൊടുക്കാം, പക്ഷെ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂൾ എന്താണ്? ഇതിങ്ങനെ തന്നെ ചോദിക്കുക, what are the rules for making identifiers? ഒന്നാമത്തെ റൂള്, നമ്മൾ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ഇത്ര മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് കോമയും ഡബിൾ കോട്ട്സും ആഷും അങ്ങനെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഒന്നും ഉപയോഗിക്കരുത്. ലെറ്റേഴ്സ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഡിജിറ്റ്സ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ 1 2 3 4 5 അല്ലെങ്കിൽ ABCD അങ്ങനെയൊക്കെ ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ റൂൾ എന്താ? ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മളൊരു ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉണ്ടല്ലോ, അതൊന്നെങ്കിൽ വല്ല ലെറ്റർ ആവണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ നെയിം അങ്ങനെയൊക്കെ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് പേര് കൊടുക്കുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഒന്നെങ്കിൽ ഒരു ലെറ്റർ ആവണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവണം. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു പേര് കൊടുക്കാട്ടോ ഒരു ഫംഗ്ഷന്, 6 നെയിം കണ്ടോ, ഇങ്ങനെ കൊടുത്തു. ഇത് തെറ്റാ, കാരണം ഫസ്റ്റ് 6 വരാൻ പാടില്ല, ഫസ്റ്റ് നമ്പർ വരരുത്, ഫസ്റ്റ് ലെറ്ററോ അണ്ടർസ്കോറോ വരാം. ഇങ്ങനെ വരാം, നോക്കിക്കോ. ഇങ്ങനെ ഒരു പേര് കൊടുക്കുക, ഡാഷ് സം, അണ്ടർസ്കോർ സം, ഇത് കറക്റ്റാ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിന് പകരം 2 സം എന്ന് കൊടുത്താൽ എന്താണ്? അത് തെറ്റാ. അതേപോലെ 2 എഴുതിയിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് സമ്മ് കൊടുത്തു, ഇതും തെറ്റാ. സ്പേസ് ഒന്നും പാടില്ല. നമുക്ക് എന്ത് മാത്രമേ പാടുള്ളൂ? ലെറ്ററും ഡിജിറ്റ്സും അണ്ടർസ്കോറും. സ്പേസാ, ഡബിൾ കോട്ട്സാ, സിംഗിൾ കോട്ട്സാ ഒന്നും പാടില്ല. മൂന്നാമത്തെ റൂൾ എന്താ? വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് @ സ്റ്റാർ, സിംഗിൾ, ഡബിൾ കോട്ട്സ്, ആഷ് ഇതൊന്നും ഉപയോഗിക്കരുത്. ലാസ്റ്റ് റൂള്, കീവേഡ്സ് ഉപയോഗിക്കരുത്. നമ്മളിവിടെ പറഞ്ഞില്ലേ കുറച്ച് കീവേഡ്സ്, ഗോ, ഫോർ, ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് വലിയ പുള്ളികളാന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇവരൊന്നും നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല എന്ന്. സോ 4 റൂൾസാണ് ഉള്ളത്. എന്തൊക്കെയാണ്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഫസ്റ്റ് ക്യാരക്ടർ ലെറ്ററോ അണ്ടർസ്കോറോ ആയിരിക്കണം. വൈറ്റ് സ്പേസ് ഒന്നും പാടില്ല. കീവേഡ്സ് ഉപയോഗിക്കരുത്. ഇതൊക്കെയാണ് റൂൾസ് ഫോർ മേക്കിംഗ് ഐഡൻറ്റിഫയേഴ്സ്. നമ്മൾ 2 കണ്ടു അല്ലേ? കീവേഡ്സ് എന്താണ്? ഐഡൻറ്റിഫയേഴ്സ് ഇതാണ്. തേർഡ് വൺ, ലിറ്ററൽസ്. ഇതൊക്കെ എന്താ, നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ടോക്കൺസ് ആണ് കേട്ടോ. 5 ടോക്കൺസിൽ 2 നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ലിറ്ററൽസാണ്. ഓക്കെ. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, സ്ഥിരമായിട്ടുള്ള വാല്യൂകളാണ്. നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ റണ്ണിങ് ഓഫ് ദ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ആൾക്കാരുണ്ടല്ലോ ലിറ്ററൽസ്, അവരെ നമുക്ക് ഇഷ്ടത്തിന് അങ്ങനെ മാറ്റാൻ പറ്റില്ല. നമ്മളിപ്പോൾ A എന്ന് പറഞ്ഞിട്ടൊരു ലിറ്ററൽ എടുത്താൽ ആ ലിറ്ററലിൻ്റെ 10 ആണെങ്കിൽ നമുക്ക് ആ 10 അങ്ങനെ തന്നെ പോകണം. ആ 10 നമുക്ക് മാറ്റി 20 ഒന്നും ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല.
സോ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ്, സ്ഥിര വാല്യൂസ് ആണ്, നെവർ ചേഞ്ച്, അവർ ഒരിക്കലും മാറില്ല, നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. ആ പ്രോഗ്രാം അങ്ങനെ റൺ ചെയ്യുമ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ ഇട്ടു, അപ്പോൾ അതിൻ്റെ പ്രോഗ്രാംസിൻ്റെ ആ വാല്യൂസ് മാറ്റരുത്. ഈ ലിറ്ററൽസ് ആണെങ്കിൽ അത് മാറ്റരുത്. 4 ലിറ്ററൽസ് ആണുള്ളത്. ഇൻറ്റിജർ ലിറ്ററൽ, ഇത് നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദിക്കും. എക്സ്പ്ലെയിൻ ലിറ്ററൽസ് ഇൻ C++. സോ 4 ടൈപ്പ് ഓർ 4 ടൈപ്സ് ഓഫ് ലിറ്ററൽസ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററൽ ചോദിക്കുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ 4 ടൈപ്പ് ലിറ്ററൽസ്, അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ 4ത്തെ ഇൻറ്റിജർ ലിറ്ററൽസ് ഉണ്ട്. ഫ്ലോട്ടിംഗ്, ക്യാരക്ടർ, സ്ട്രിങ്. ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ്സും നെഗറ്റീവ്സും സീറോസും ഒക്കെ ഉള്ളതാണ് ഇൻറ്റിജർ. ഇൻറ്റിജർ എന്താ? ഫ്ലോട്ട് എന്താ? അതൊക്കെ ഡാറ്റ ടൈപ്സ് ആട്ടാ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറേ മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർക്ക് കാണണം കേട്ടോ. സോ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്, പോസിറ്റീവ്, സീറോസ് ഇങ്ങനെയൊക്കെ വരുന്നതാണ് എന്ത്? ഇൻറ്റിജർ ലിറ്ററൽസ്. അതായത് അങ്ങനത്തെ നമ്പേഴ്സൊക്കെ നമ്മൾ ഇൻറ്റിജർ ലിറ്ററൽസ് ആണ് പറയാം. ഇപ്പോൾ 000 ഓർ -256 ഇങ്ങനെയൊക്കെ നമ്പേഴ്സാണ് എന്ത്? ഇൻറ്റിജർ ലിറ്ററൽസ്. അടുത്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഉള്ളത് 1.25, 2.65 അങ്ങനെ പോയിന്റ് ഡെസിമൽസ് ഉള്ളതാണ്. ഡെസിമൽ പോയിന്റ് ഉള്ളതാണ് എന്ത്? ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ. അടുത്തത് ക്യാരക്ടർ ലിറ്ററൽസ്. ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ്. സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു വല്ല ക്യാരക്ടർ എഴുതി ഇങ്ങനെ A, ഇതൊക്കെയാണ് B, ഇങ്ങനെ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ്, അതാണ് ക്യാരക്ടർ ലിറ്ററൽസ്. ഇനി 4ാമത്തെ സ്ട്രിങ് ലിറ്ററൽ ആണ്. അതായത് നമ്മൾ ഡബിൾ കോഡ്സിനുള്ളിൽ വേണം കൊടുക്കാൻ. ഡബിൾ കോഡ്സിനുള്ളിൽ ഇപ്പോൾ 1 2 3 കൊടുത്തു, ഡബിൾ കോഡ്സിനുള്ളിൽ ABC കൊടുത്തു. ഇതൊക്കെ എന്താണ്? സ്ട്രിങ് ലിറ്ററൽസ് ആണ്. ദ ക്യാരക്ടേഴ്സ് ഓർ ദ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇവിടെ ഒരൊറ്റ ക്യാരക്ടർ ഉണ്ടാവുള്ളൂ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ, 1 or more സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. സീക്വൻസ് പറഞ്ഞാൽ കുറേ, അതായത് ABC എന്നിട്ട് ഡബിൾ കോഡ്സ് കൊടുത്തു. സോ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണ് സ്ട്രിങ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 5 6 7 അല്ലെങ്കിൽ ഹലോ വേൾഡ് ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുത്തു, അതൊക്കെ എന്താണ്? സ്ട്രിങ് ലിറ്ററൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ പക്കയായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് ലിറ്ററൽസ്? കോൺസ്റ്റൻ്റ് ആണ്, അവർ ചേഞ്ച് ആവില്ല. 4 ടൈപ്പ് ഉണ്ട്: ഇൻറ്റിജർ, ഫ്ലോട്ടിങ്, ക്യാരക്ടർ, സ്ട്രിങ് ലിറ്ററൽസ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സാമിന് എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചോദിക്കും, ഒരു 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത 4ാമത്തെ ടോക്കൺ ആണ് പങ്ക്ച്വേറ്റേഴ്സ്. നമ്മൾ എന്തിനൊക്കെ കുറിച്ച് പഠിച്ചു ഇപ്പോൾ? ടോക്കൺസ്, കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഇതിന് അടുത്ത 4ാമത്തെ ടൈപ്പ്. കഴിഞ്ഞ ഇത്രയും കൂടെ ഉള്ളൂ. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സിമ്പിൾസാണ്. ഇവരൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. ആഷ്, സ്റ്റാർ, ക്ലോസ്ഡ് ബ്രാക്കറ്റ്, ബ്രേസസ്. ഇതിന് പേര് നമ്മൾ ബ്രാക്കറ്റ്, സിമ്പിൾ ബ്രാക്കറ്റ്സ്. ഇത് ബ്രേസസ് എന്നാണ് പറയുക. ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്. ഇത് സെമി കോളൻ, ഇത് കോളൻ, ഇത് സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ്. ഇത് ഇങ്ങനെയുള്ള 2 ആരോ മാർക്സ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് 5ാമത്തെ ടോക്കറാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, മോഡുലസ് കണ്ടുപിടിക്കുക. ഇതെന്താണ്? മോഡുലസ് ആണ് കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെയാണ് എന്ത്? ഓപ്പറേറ്റേഴ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സം ഓപ്പറേഷൻ. എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ, ആഡ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് എവിടെ അപ്ലൈ ചെയ്യുക? ഓപ്പറൻറ്റുകൾക്ക്. ഓപ്പറൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 5 + 1, അപ്പോൾ ഈ 5നെയും 1നെയും വിളിക്കുന്ന പേര് ഓപ്പറൻറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓപ്പറേറ്റർ ഇതാ ഓപ്പറൻറ്റ് എവിടെ അപ്ലൈ ചെയ്യുക? ഓപ്പറൻറ്റുകൾക്ക്. അതായത് 2 ഓപ്പറൻറ്റ് ഉണ്ട്, എയും ബിയും. ഈ ഓപ്പറൻറ്റിലേക്കാണ് നമ്മൾ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുക. കാരണം ഇതാണ് ഒരു ഓപ്പറേഷൻ. സോ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് സം ഓപ്പറേഷൻ. ഓപ്പറേറ്റേഴ്സ് ആർ പ്ലസ് മൈനസ് ഇൻറ്റു ഇതൊക്കെയാണ്. സോ ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ. എവിടേക്ക് നമ്മളിതൊക്കെ കൊടുക്കുക? വെറും ഓപ്പറേറ്റർ വെറുതെ നിന്നാൽ ഒന്നും ആവില്ല. അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്പേഴ്സ് വേണം. കണ്ട, അതാണ് ഓപ്പറൻറ്റ്. സോ ഓപ്പറേറ്റേഴ്സ് ആർ അപ്ലൈഡ് ഓൺ ഓപ്പറൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ടോക്കൺസും പഠിച്ചു. ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ പാഠത്തിൽ ഏറ്റവും നമ്മുടെ സെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടർ സെറ്റ്. കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി. ടോക്കൺസ് 5 ടോക്കൺസ് നമ്മൾ പറഞ്ഞു, വിത്ത് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, റൂൾസും റെഗുലേഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞു. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിനും 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ. നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഒരു 2 മണിക്കൂറാണ്, 2 മണിക്കൂർ എടുത്ത് സാവധാനം എന്ത് ചെയ്യുക? നന്നായിട്ട് ഇതൊക്കെ പഠിച്ചെടുക്കുക കേട്ടോ.
ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ചാനൽ നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ അല്ലേ നോക്കുക, സബ്സ്ക്രൈബ്ഡ് അല്ലേ നോക്കുക. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.